റബ്ബർ കർഷകനെ 300 രൂപയാക്കി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാമെന്ന് പ്രഖ്യാപിക്കുന്നത് അത് ആരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും കർഷകന്റെ പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ അവരെ കർഷകൻ സഹായിക്കുമെന്ന് പറയുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, തർക്കം പരിഹരിക്കാനായിട്ട് എറണാകുളം ഡയസിസിലേക്ക് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിന്റെ വിശദാംശങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ആ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ തിരിച്ചു പോയ ആളല്ല. പിന്നെ കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഭക്ഷണം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ടെക്നോളജിയോടൊപ്പം നമ്മുടെ സനാതനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യാഥാസ്ഥിക രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെയും കർഷക വൃത്തിയെയും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം വെച്ചത്. ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്, കേന്ദ്രം ഇടപെടുന്നില്ല എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുഖ്യ വൈൽഡ് ലൈഫ് വാർഡന്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇതിനകത്ത് നടപടിയെടുക്കാനുള്ള അവകാശമുണ്ടെന്ന്. കാട്ടുപന്നിയെ വെർമിനായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷുദ്രജീവി, അത് കടുവയായാലും ആനയായാലും എന്തായാലും അത് മനുഷ്യോപദ്രവകരമായി തീർന്ന് അതിന് വെർമിനായി പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ കുറെ സ്യൂഡോ പരിസ്ഥിതിവാദികൾ ചേർന്നുകൊണ്ട് സർക്കാരും ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടിയും കൂടെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വഴിയാണ് ഇതൊന്നും ഇവിടെ സാധ്യമാകാതെ പോകുന്നത്. അല്ലാണ്ട് അതിനെല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഞാൻ വിചാരിക്കുന്നില്ല. തന്നെയല്ല, ജനങ്ങളെ ഓരോ കാര്യം പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഭരണ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ആടി വിളഞ്ഞു പോകുമെന്നുള്ളത് ഇപ്പൊ ഡൽഹിയിലെ ജനങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഇപ്പൊ ESA, EFL, ESS അതുപോലെ വന്യജീവി വിഷയങ്ങളിൽ ഞാൻ ആ വിഷയങ്ങളുടെ സമയക്കുറവ് മൂലമാണ്. പരിസ്ഥിതി നിയമങ്ങൾ ഇവിടെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് സംസ്ഥാന സർക്കാർ അഡ്രസ് ചെയ്തിരിക്കുന്നത്? ഇതുവരെ ഇവിടുത്തെ കസ്തൂരക്കൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ESA കരട് വിജ്ഞാപനം അന്ത്യവിജ്ഞാപനമാക്കാൻ ആവശ്യമായ റിപ്പോർട്ട് ചോദിച്ചിട്ട് കർഷകർക്ക് അനുകൂലമായ വിധത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്ന വനപ്രദേശങ്ങളും റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രം തന്നാൽ മതിയെന്ന്. അതൊന്ന് ഡിമാർക്കേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ ഏരിയ കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിന്റെ പേരിൽ 6 പ്രാവശ്യം ഇപ്പോൾ കരട് വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞ് 7ാം പുതിയ അന്ത്യവിജ്ഞാപനം ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ട രേഖ ഇതുവരെ കൊടുത്തിട്ടില്ല. കർഷക സ്നേഹമാണ് ഞാൻ കാണിക്കുന്നത്. കർഷകർ വസിക്കുന്ന ഏകദേശം 1500ഓളം സ്ക്വയർ കിലോമീറ്റർ ഇതിനകത്ത് പെടുത്തി റിസർവ് ഫോറസ്റ്റായി കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാതെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്ന രീതി ESA വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം 10,000-ഓളം കുടുംബങ്ങളും 40,000-ഓളം ഏക്കർ ഭൂമി EFLന്റെ പേരിൽ സംസ്ഥാന സർക്കാർ മാത്രം പിടിച്ചെടുത്ത് ആദിവാസികളെ അടക്കം വഴിയാധാരമാക്കി, കർഷകരെയും ആദിവാസികളെയും വഴിയാധാരമാക്കി ഇന്ന് ഒരു വഴിയിൽ കിടക്കുന്ന അവസ്ഥയുണ്ട്. EFLലൂടെ ഇക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനും ഇവിടെ ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനൊന്ന് ഇടപെടുന്നു, ക്ഷമിക്കണം. കാരണം ഉച്ച വാർത്തയ്ക്ക് ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങിപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്, ഞാനിത് പറയുന്നത് വെറും വാക്കല്ല, കേരളം നമ്മൾ ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയം തന്നെയാണ്. പല കമ്മിറ്റികളുടെ പേരിൽ വോട്ട് പിടിച്ച ഈ സർക്കാർ ഇതിനും മറുപടി പറയണം. അങ്ങ് പറഞ്ഞ വിഷയത്തിൽ ഒരു പ്രത്യേക ചർച്ച തന്നെയാവാം. പ്രിന്റു 30 സെക്കൻഡ് കാര്യം. ഉച്ചവാർത്തയ്ക്ക് സമയമെടുക്കുന്നു, പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. നമ്മൾ പൊന്മുടിയിലേക്ക് റോപ്പ് വേ പണിയാൻ പോവുകയാണ്. ഈ വയനാട് പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കൽ ജയരാജ് സാർ അടക്കം പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 5016 കോടി രൂപയാണ് കേരളത്തിലെ ഓഗി അടക്കമുള്ള വിവിധ ദുരന്തങ്ങൾക്ക്, പ്രളയ ദുരന്തങ്ങൾക്ക് മാത്രം നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞല്ലോ, പിരിച്ച പണത്തിൽ നിന്ന്, കിട്ടിയ പണത്തിൽ നിന്ന് 75% നിങ്ങൾ ആദ്യം ചെലവാക്കൂ, എന്നിട്ടുള്ള കേന്ദ്രത്തിന്റെ പാക്കേജ് വരും സാർ. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഒരു സംസ്ഥാനത്തെ സഹായിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സഹായം, വയനാടിന് സഹായം കിട്ടും. ആദ്യം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം പിടിച്ച 700 കോടിയും ദുരിതാശ്വാസ നിധിയിലുള്ള 280 കോടിയും ചെലവഴിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കും. ബാക്കിയുള്ള പണം കേന്ദ്രം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ക്ഷമിക്കണം, സമയക്കുറവ് മൂലം മാത്രമാണ് നിർത്തുന്നത്. വളരെയധികം നന്ദി.